നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ ഡ്രൈവിംഗ് സ്കൂളും ഷോപ്പിംഗ് കോംപ്ലക്സും ആരംഭിക്കുമെന്ന് NK അക്ബർ MLA ഫണ്ടിൽ നിന്നും 7.24 ലക്ഷം ചിലവിട്ട് ഡിപ്പോയിൽ നടപ്പാക്കിയ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ നിർവഹിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന് നടുവിൽ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിക്കുന്നതിന് നേരിടുന്ന കാലതാമസം പരിഹരിക്കാൻ ക്രിയാത്മക നടപടിയുമായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം കളക്ടർ നിർവഹിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 11 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പോർക്കുളം സ്വദേശിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ 55 വയസ്സുള്ള പട്ടിക്കാടൻ എന്ന സന്തോഷിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലീഷ ശിക്ഷിച്ചത്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുഃഖാന തർപ്പണ തിരുനാൾ ഒരുക്കങ്ങൾ തുടങ്ങി. തിരുനാൾ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിൽ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ ഡ്രൈവിംഗ് സ്കൂളും ഷോപ്പിംഗ് കോംപ്ലക്സും ആരംഭിക്കുമെന്ന് NK അക്ബർ MLA. ഡിപ്പോയിലെ ഈ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA ഫണ്ടിൽ നിന്നും 7.24 ലക്ഷം ചിലവിട്ടാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കുന്നത്. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSRTC സംഘടനാ പ്രതിനിധികളായ KK ഷിജു, TK പ്രഹ്ലാദൻ, AS ശ്രീജിൽ, K അബ്ദുൾ സലാം, K സത്യപാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ KK നിബു നന്ദിയും പറഞ്ഞു. ഗുരുവായൂരിലും KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം സന്തോഷ വാർത്ത ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾ അറിയിക്കും. അതിന്റെ റൂട്ടുകളെല്ലാം ഇവിടെ ഓഫീസെല്ലാമായി ഇനി നമുക്ക് അതിനുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. ഏകദേശം 2 കോടി ഉൾപ്പെടെ 4 കോടിയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ, അതായത് ഇവിടെ വന്ന ഗുരുവായൂരിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാനും ഇവിടെ വന്നിറങ്ങി ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞ് വന്നാൽ അവർക്ക് താമസിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള. ശക്തമായ കാറ്റിൽ അകലാട് ബദർപള്ളി ബീച്ച് റോഡിൽ വ്യാപക നാശനഷ്ടം. ബദർപള്ളി ബീച്ചിൽ കിഴക്കൂട്ട് അലിക്കുട്ടി, റസാഖ് എന്നിവരുടെ വീടിന് ഭാഗികമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഓടുകൾ നിരങ്ങി വീഴുന്ന ശബ്ദം കേട്ടതോടുകൂടി വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുനമ്പി മൊയ്തുണ്ണിക്കുട്ടിയുടെ മരം മുറിഞ്ഞു വീണ് ഇലക്ട്രിക് കാലുകൾ ചെരിഞ്ഞു. ബദർപള്ളി ബീച്ച്, മൊയ്തീൻപള്ളി ബീച്ച് ലിങ്ക് റോഡിൽ ഗതാഗതം നിലച്ചു. മരങ്ങൾ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. കണ്ടാണത്ത് സെയ്താലിക്കുട്ടിയുടെ ടെറസ് വീടിന് മുകളിലേക്ക് തേക്കുമരം വീണ് ടെറസിന് മുകളിൽ വിരിച്ചിരുന്ന ഓടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കൂളിയാട്ട് അഷ്റഫ്, അലിക്കുട്ടി എന്നിവരുടെ വീട്ടുമതിൽ നിലം പതിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 11 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പോർക്കുളം സ്വദേശിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ 55 വയസ്സുള്ള പട്ടിക്കാടൻ എന്ന സന്തോഷിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലീഷ ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവിനു പുറമെ 54 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയടയ്ക്കുന്നതിനുമാണ് ഉത്തരവായത്. പിഴ സംഖ്യയിൽ നിന്നും 1 ലക്ഷം കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. 2024 ജൂലൈയിൽ മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ക്ഷേത്രത്തിലെ പരിപാടിക്കിടെ 11 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ പാടത്തേക്ക് തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്നാണ് കേസ്. കുട്ടി പാടത്തുനിന്നും ചെളി പുരണ്ടുവരുന്നത് കണ്ട ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ S. അനൂപ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ ഷാജഹാൻ, ACP CR സന്തോഷ് എന്നിവർ അന്വേഷണം നടത്തിയ ശേഷം കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 18 സാക്ഷികളെ വിസ്തരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ് ഹാജരായി. അഡ്വക്കേറ്റ് അശ്വതി, ചിത്ര എന്നിവരും ഗ്രേഡ് അസിസ്റ്റന്റ് SI M. ഗീത എന്നിവരും പ്രവർത്തിച്ചു.
വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിക്കുന്നതിന് നേരിടുന്ന കാലതാമസം പരിഹരിക്കണമെന്ന് ജില്ലാ കളക്ടറുമായി നടന്ന മുഖാമുഖം പരിപാടിയിൽ ബഡ്സ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വേഗത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ശർമ്മ, വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, ആരിഫ സാബിർ, പഞ്ചായത്ത് സെക്രട്ടറി TP സിന്ധു, ICDS സൂപ്പർവൈസർ PP സഹീറ, PTA പ്രസിഡന്റ് MJ ജോസ്, അധ്യാപിക അഞ്ജു K ജയൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണിയാകുന്നു. റോഡിന് നടുവിൽ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് റോഡിലെ വിള്ളൽ രൂപപ്പെട്ടത്. ചെറുതായി കണ്ടിരുന്ന വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചത് ആശങ്ക ഉയർത്തുന്നു. നിലവിൽ ഈ പാലത്തിനടിഭാഗത്ത് പലയിടങ്ങളിലായി കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. റോഡുകളിലെ വിള്ളലും പാലത്തിനടിയിലെ ശോചനീയാവസ്ഥയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും മറ്റു നടപടിയിലേക്കൊന്നും കടന്നിട്ടില്ല. 500 മീറ്ററോളം നീളമുള്ള പാടത്തിന് നടുവിലെ പാലത്തിലെ വിള്ളൽ വലിയ ആശങ്ക ഉയർത്തുന്നതായി പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു. ശക്തമായ മഴ തുടരുന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് ദിനംപ്രതി കൂടിവരുന്നതും വലിയ ആശങ്ക ഉയർത്തുന്നു. പാലത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ പൊളിച്ചുപണിയുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തർപ്പണ തിരുനാൾ ഒരുക്കങ്ങൾ തുടങ്ങി. തിരുനാൾ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ദുക്രാന ഊട്ടുതിരുനാളും ഉണ്ടായി. ജൂലൈ 12, 13 തീയതികളിൽ തർപ്പണ തിരുനാൾ ആഘോഷിക്കുമെന്ന് ജനറൽ കൺവീനർ TJ ഷാജു അറിയിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ, പബ്ലിസിറ്റി കൺവീനർ ബോബ് എലവത്തിങ്കൽ, ജോയിന്റ് കൺവീനർ CD ജോസ്, ഫിനാൻസ് കൺവീനർ ML ഫ്രാൻസിസ്, ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, സേവ്യർ വാഗയിൽ, ഹൈസൺ PA ചാക്കോ പുലിക്കോട്ടിൽ, സെക്രട്ടറിമാരായ ബിജു മുട്ടത്ത്, ബിനു താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർക്ക് വെട്ടേറ്റു. കല്ലിങ്ങൽ സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ 27 വയസ്സുള്ള പ്രണവ്, തോട്ടുപുറത്ത് വീട്ടിൽ 23 വയസ്സുള്ള റെനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന യുവാക്കളെ തടഞ്ഞു നിർത്തി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. 4 പേർ അടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിനു ശേഷം പ്രതികൾ ഒളിവിലാണ്. വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഏറ്റുമുട്ടിയ യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരും കാപ്പ ചുമത്തപ്പെട്ടവരുമാണ്. കുന്നംകുളം കംഫർട്ട് സ്റ്റേഷൻ, പേ പാർക്കിംഗ് എന്നിവയ്ക്ക് അമിത തുക ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് നിശ്ചയിച്ച തുകകളുടെ പോസ്റ്റർ പതിച്ച് BJP കൌൺസിലർ. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ, സ്റ്റാൻഡിലെ പേ പാർക്കിംഗ് എന്നിവയ്ക്ക് കുന്നംകുളം നഗരസഭയിൽ നിന്നും ടെൻഡർ എടുത്തിട്ടുള്ള തുകയേക്കാൾ അമിത തുക ഈടാക്കുന്നതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് BJP കൌൺസിലർ ബിനു പ്രസാദിന്റെ നേതൃത്വത്തിൽ കംഫർട്ട് സ്റ്റേഷനിലും പേ പാർക്കിംഗ് ചെയ്യുന്ന സ്റ്റാൻഡിലും നിശ്ചയിച്ച തുകകളുടെ പോസ്റ്റർ പതിച്ചത്. കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗത്തിന് 2-5 രൂപയാണ് നിരക്ക്. പേ പാർക്കിങ്ങിന് 15 രൂപയുമാണ്. എന്നാൽ ഇവിടെ കംഫർട്ട് സ്റ്റേഷനിൽ 5-10 രൂപ എന്നിങ്ങനെയും പേ പാർക്കിങ്ങിന് 30 രൂപയുമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. സംഭവത്തിൽ ജീവനക്കാർക്ക് കൌൺസിലർ ബിനു പ്രസാദ് താക്കീത് നൽകി. സ്വകാര്യ വ്യക്തി നടത്തുന്ന ഈ ജനദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായി പ്രതിഷേധിക്കുമെന്നും ബിനു പ്രസാദ് പറഞ്ഞു. ബിബിൻ, രാഹുൽ, ബോസ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ബസ് സ്റ്റാൻഡിലെ ഈ പഴയ ബസ് സ്റ്റാൻഡിലും പുതിയ ബസ് സ്റ്റാൻഡിലായാലും 2 രൂപയാണ് യൂറിൻ പാസ് ചെയ്യാൻ മേടിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ്. പല ആളുകളും പരാതി പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് നോക്കിയത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ 5 രൂപയും അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാൻ 10 രൂപയാണ് വാങ്ങുന്നത്. ഇത് സാധാരണ ജനങ്ങളെ പിഴിയുന്ന സമീപനമാണ്. പ്രത്യേകിച്ച് സ്കൂൾ തുറന്ന സമയമാണ്. കുട്ടികളൊക്കെ പൈസ വളരെ കുറവായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെ ഇവരോട് നിലവിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര പൈസ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒട്ടിക്കാതെയാണ് പൈസ മേടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകൻ വരദച്ചന്റെ 111 ശ്രാദ്ധം ജൂൺ 8 ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഞായറാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന ആഘോഷമായ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ശ്രാദ്ധഊട്ട് സദ്യ നടക്കും. കുട്ടികൾക്ക് ചോറൂൺ, തുലാഭാരം എന്നീ വഴിപാട് ചടങ്ങുകളും ഉണ്ടാകും. 20,000 പേർക്ക് ശ്രാദ്ധ സദ്യ നൽകും. ഇതിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിക്കുന്നത്. അന്നേ ദിവസം സമീപത്തുള്ള ആശുപത്രികളിൽ നടക്കുന്ന എല്ലാ ഡയാലിസിസ് ചെലവുകളും ട്രസ്റ്റ് വഹിക്കും. വികാരി ഫാദർ ഷാജു കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ KP പോളി, കൈക്കാരന്മാരായ സെബി താണിക്കൽ, VK ബാബു, ഡേവിസ് ചീരൻ, വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജേസൺ നീലങ്കാവിൽ, CK വിൻസെന്റ്, PA തോമസ്, ജോസ്ഫീന ജോസഫ്, PL ജോൺസൺ, MV ജോഷി, രാജേഷ് ജാക്ക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി വൈകിട്ട് നടന്ന അനുസ്മരണ ദിവ്യബലിക്ക് ശേഷം പാവർട്ടി അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ KP പോളി, സെബി താണിക്കൽ, VK ബാബു, CK ഡേവിസ്, ജോസ്ഫീന ജോസഫ്, വിജു ലാസർ, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. കാവീട് കാരയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി ഒരുക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക P ദീപ, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ A സായിനാഥൻ മാസ്റ്റർ, AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, ചാവക്കാട് AO PM ജയശ്രീ, PR മഞ്ജു എന്നിവർ സംസാരിച്ചു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ ഇടവക ദിനവും വിശ്വാസ പരിശീലന ദിനവും സംഘടിപ്പിച്ചു. പള്ളി ഹാളിൽ നടന്ന ഇടവക ദിനാഘോഷം അതിരൂപത അസിസ്റ്റന്റ് പ്രൊക്യുറേറ്ററും വാഗ ഇടവക മുൻ വികാരിയുമായ ഫാദർ സാജൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ നിബിൻ തളിയത്ത് അധ്യക്ഷനായി. വിവാഹത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും വിജയം നേടിയ ഇടവകാംഗങ്ങളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കുടുംബ യൂണിറ്റുകളുടെയും വിവിധ ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേന്ദ്ര സമിതി പ്രസിഡന്റ് KP സണ്ണി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ KJ ജിലീജ്, പ്രോഗ്രാം കൺവീനർമാരായ ഷാജി ടീച്ചർ, KT ലാസർ, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹവിരുന്നും ഉണ്ടായി. നാടക റിഹേഴ്സൽ ക്യാമ്പിൽ പിറന്നാൾ ആഘോഷം. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് പ്രധാന നടനായ ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ പിറന്നാൾ ആഘോഷിച്ചത്. കേരള പോലീസിൽ നിന്നും അസിസ്റ്റന്റ് കമാൻഡറായി വിരമിച്ച ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ 80ാം പിറന്നാളാണ് കേക്കുമുറിച്ചും പാട്ടുകൾ പാടിയും ആഘോഷിച്ചത്. ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതമാണെങ്കിലും ഒട്ടും വിശ്രമിക്കാത്ത ജീവിതമാണ് ഉണ്ണികൃഷ്ണന്റെയും ഭാര്യ ഭാനുമതിയുടെയും. വിശ്രമ ജീവിതം നാടകാഭിനയത്തിനും ഷോർട്ട് ഫിലിം നിർമ്മാണ പ്രവർത്തനത്തിനും കവിത എഴുത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇരുവരും. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ഭാനുമതി ഭർത്താവിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടുമ്പോഴും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും വ്യാപൃതയാണ്. നേർസാക്ഷ്യം, ഹിറ്റ്ലറുടെ വിലാപം എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം ഉടനെ വായനക്കാരുടെ കൈകളിലെത്തും. കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ മീനരാജ് രാഘവനും രജനി മുരളിയും, ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലിയും, CCTV ന്യൂസ് വിഭാഗം ഡയറക്ടർ KC ജോസ്, നാടകത്തിലെ മറ്റ് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ നവദിനാചരണവും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടന്നു. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജാബിർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി, സൈക്കോളജിസ്റ്റ് സിസ്റ്റർ ഡാനിഷ്, സിസ്റ്റർമാരായ ലിൻസ മരിയ, മെറിൽ, ഹെന്ന എന്നിവർ നേതൃത്വം നൽകി. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റർ പ്രദർശനവും ക്യാൻവാസ് ചിത്രരചന മത്സരവും അനുബന്ധമായി സംഘടിപ്പിച്ചു.
ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷം ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പേരകത്ത് രഞ്ജിത്ത് എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികനായി. രാവിലെ മഹാഗണപതി ഹോമം, നെയ്യഭിഷേകം, കലശപൂജ, കലശാഭിഷേകവുമുണ്ടായി. വൈകിട്ട് താലത്തോടും വാദ്യമേളത്തോടും കൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പ്രദക്ഷിണം, കേളി, തായമ്പക, വിളക്കിനെഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവയുണ്ടായിരുന്നു. അന്നദാനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ജി പ്രസാദ്, സെക്രട്ടറി എം എ സുബ്രഹ്മണ്യൻ, ട്രഷറർ സി വി മോഹൻദാസ്, മാനേജർ വി ആർ പരമേശ്വരൻ, പി എ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്തും പുന്നേർകുളം പഞ്ചായത്തും സംയുക്തമായി എസ്എസ്സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പുന്നേർകുളം പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി സുപ്രിയ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് 10,50,000 രൂപയും പഞ്ചായത്ത് 3 ലക്ഷം രൂപയും വകയിരുത്തിയാണ് 35 കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ സ്വാഗതവും വാർഡ് മെമ്പർ ശോഭ പ്രേമൻ നന്ദിയും പറഞ്ഞു. മെമ്പർമാരായ ഇന്ദിര പ്രബലൻ, അനിത ധർമ്മൻ, ബുഷ്ര നൌഷാദ്, ദേവകി ശ്രീധരൻ, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ് ഇന്റർനാഷണൽ പ്രസിഡിയം മെമ്പർ രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ അംഗത്വ വിതരണവും ഇന്റർനാഷണൽ വെബ് അഡ്മിൻ ജേക്കബ് ജോൺ സർവീസ് പ്രോജക്ട് ഉദ്ഘാടനവും നടത്തി. ഡിസ്ട്രിക്ട് ഗവർണർ MP ജോൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു. പ്രസിഡന്റ് CM മാത്യൂസ്, സെക്രട്ടറി TV മോഹൻ, ട്രഷറർ VA സേവി, വൈസ് പ്രസിഡന്റ് ജോസി ഫ്രാൻസിസ്, ജോയിന്റ് സെക്രട്ടറി V അൻവർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. വിദ്യാഭ്യാസം, കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ K. മൈക്കിൾ, ഏരിയ ട്രഷറർ പ്രതീഷ് പോൾ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് CK അപ്പുമോൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി നടക്കുന്ന യജുർവേദ ലക്ഷാർച്ചന ആരംഭിച്ചു. ആമല്ലൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലക്ഷാർച്ചനയ്ക്ക് ജൂൺ 5 വ്യാഴാഴ്ച നടക്കുന്ന ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപനമാകും. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അന്നേ ദിവസം വിശേഷാൽ കളഭാഭിഷേകവും ഉണ്ടാകും. വ്യാഴാഴ്ച ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി, ട്രഷറർ ഭാസ്കര കുറുപ്പ് എന്നിവർ അറിയിച്ചു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചെറുവത്താനി ഓഫീസിൽ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് VA ദാമോദരന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സിമി രാജേഷ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് VA ദാമോദരൻ, സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, ട്രഷറർ സിമി രാജേഷ് എന്നിവരുൾപ്പെടെയുള്ള തൃശൂർ ജില്ലാ സെക്രട്ടറി സനൂപ് തെരഞ്ഞെടുത്തു. രാജേഷ് മാമ്പുള്ളി സ്വാഗതവും രമാഭായ് ടീച്ചർ നന്ദിയും പറഞ്ഞു. വർണ്ണാഭമായ അന്തരീക്ഷത്തിലായിരുന്നു മധ്യവേനൽ അവധി കഴിഞ്ഞുള്ള സ്കൂൾ പ്രവേശന ദിനത്തിലെ ആഘോഷങ്ങൾ. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ മധുരം നൽകിയും ചെറിയ ഉപഹാരങ്ങൾ നൽകിയും കുരുന്നുകളെ വരവേറ്റു. അംഗൻവാടികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിലായി നടന്ന പ്രവേശനോത്സവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ പ്രവേശനോത്സവം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. അത്യാകർഷകമായി നവാഗതർക്കായി ഒരുക്കിയ സെൽഫി കോർണർ വാർഡ് മെമ്പർ PK അസീസ് ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തക വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവ്യ റിനീഷും ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീവ് തരകൻ, OSA പ്രസിഡന്റ് മാർട്ടിൻ, ട്രസ്റ്റി പ്രതിനിധി PV തോമസ്, OTA പ്രസിഡന്റ് ആലിസ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ബീന ടീച്ചർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ മാറോക്കി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം SI ഷാജി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണം നയിച്ചു. നവാഗതരിൽ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗുരുവായൂർ നഗരസഭ 70-ാം നമ്പർ അംഗനവാടിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ കുരുന്നുകളെ കുഞ്ഞു ബാഗുകളും മധുര പലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. അധ്യാപിക സുഷ ബാബു, ഹെൽപ്പർ അമ്പിളി നാരായണൻകുട്ടി, കമ്മിറ്റി അംഗങ്ങളായ പത്മിനി ടീച്ചർ, കനക രാമകൃഷ്ണൻ, യദു KP, ശ്രീജിത്ത്, ശ്യാംകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 30 അംഗനവാടികളിലും പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. 4-ാം വാർഡ് ബ്ലാങ്ങാട് 28-ാം നമ്പർ അംഗനവാടിയിൽ
പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷത വഹിച്ചു. കുടയും കളിക്കോപ്പുകളും നൽകി കുട്ടികളെ സ്വീകരിച്ചു. മാലിന്യമുക്ത പ്രതിജ്ഞ ആശാ വർക്കർ സുലൈഖ ചൊല്ലിക്കൊടുത്തു. ഇലത്തൊപ്പി, അലങ്കാര തോരണങ്ങൾ ഉൾപ്പെടെ എല്ലാം പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഒരുക്കിയത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, പഞ്ചായത്ത് അംഗം അബ്ദുൾ ഗഫൂർ, ഹെൽപ്പർ ജയഭാരതി, ALMSC അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് സ്വാഗതവും ടീച്ചർ സാജിദ നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭ 20-ാം വാർഡ് 85-ാം നമ്പർ ആശീർവാദ് അങ്കണവാടിയിൽ വാർഡ് കൗൺസിലർ മിനി മോൺസി അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ CK ബാബു, ഏദൻ ക്ലബ് ഭാരവാഹികളായ സെക്രട്ടറി ജിൻഡോ ജോർജ് S, പ്രസിഡന്റ് ഗീവർ, ജോഷി, സിജോ എന്നിവർ പങ്കെടുത്തു. ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മിഠായി, ബാഗ്, പഠനോപകരണങ്ങളും വിതരണം നടത്തി. ADS അംഗം ജോളി വർഗീസ്, ആശാ വർക്കർ പ്രിയ ജയൻ, അങ്കണവാടി വർക്കർ TV പ്രിയ, ഹെൽപ്പർ സിന്ധു, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CDS അംഗം ആനി വർഗീസ് നന്ദി പറഞ്ഞു. തൊഴിയൂർ CMUP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ സുഹറ ഹംസമോൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷനായിരുന്നു. തൊഴിയൂർ സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകി. സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു, PTA പ്രസിഡന്റ് KV നിർമ്മലൻ, MPTA പ്രസിഡന്റ് ആശ ഷിബു എന്നിവർ സംസാരിച്ചു. നവാഗതരായ വിദ്യാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് സ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്തപരിപാടികളും ആകർഷകമായി. പോർക്കുളം സ്കൂളിലേക്ക് മാറിപ്പോകുന്ന സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന സ്റ്റെനി K. സ്റ്റീഫന് യാത്രയപ്പും നൽകി. ഞമനേങ്ങാട് കണ്ടംപുള്ളി ALP സ്കൂളിൽ പ്രവേശനോത്സവം വാർഡംഗം സരിത ഷാജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജരും ബോധിധർമ്മ അക്കാദമി ഡയറക്ടറുമായ അഡ്വക്കേറ്റ് KS മനോജ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക രമാദേവി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കെയർ ആൻഡ് കംഫർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വക 12 കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് നൽകി. കെയർ ആൻഡ് കംഫർട്ട് മാനേജിംഗ് ട്രസ്റ്റി PD ജോസ്, മിഖായൽ ഗ്രൂപ്പ് ചെയർമാൻ ബാബു ജോസ്, ട്രസ്റ്റി ലിയോ ടോണി എന്നിവർ സന്നിഹിതരായിരുന്നു. മുൻ അധ്യാപകരായ KR ഉഷ, ME അബ്ദുൾ നാസർ, MPTA പ്രസിഡന്റ് നസീമ എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ സിനി സ്വാഗതവും ഭവ്യ നന്ദിയും പറഞ്ഞു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് പാതാക്കര 20-ാം നമ്പർ അംഗനവാടിയിൽ വാർഡ് മെമ്പർ പ്രഭാത് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർ രത്നം അധ്യക്ഷത വഹിച്ചു. ALMSC കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, റെഡ് ബോയ്സ് ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കമലാക്ഷി പ്രകാശൻ, അങ്കണവാടി വർക്കർ ശൈലജ, ഹെൽപ്പർ സ്മിത എന്നിവർ സംസാരിച്ചു. ക്ലബ് അംഗങ്ങൾ കുട്ടികൾക്ക് ട്രോഫിയും പഠനോപകരണങ്ങളും നൽകി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ രാമപുരം 2-ാം വാർഡിൽ 35, 36 നമ്പർ അംഗനവാടികളിൽ പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹ രഞ്ജിത്ത്, ഗീതാ ഭാസ്കരൻ, സോണി സുധ, സുശീല ടീച്ചർ, തങ്ക, നൂർജഹാൻ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഓണറേറിയം ഉപയോഗിച്ച് മെമ്പർ MS മണികണ്ഠൻ അംഗനവാടി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാട്ടകമ്പാൽ YMCA അംഗനവാടിയിൽ ആദ്യമായി ബാലവാടിയിലെത്തിയ കുരുന്നുകളെ വർണ്ണം ബലൂണുകളും മധുരവും നൽകി സ്വീകരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം YMCA പ്രസിഡന്റ് അനിൽ P. മാത്യു നിർവഹിച്ചു. സെക്രട്ടറി തമ്പി മാസ്റ്റർ, ചാൾസ് മാസ്റ്റർ, അംഗനവാടി അധ്യാപിക രവിത ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് പൊന്നം അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവം പോർക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജിത പ്രജി ഉദ്ഘാടനം ചെയ്തു. ALMSC മെമ്പർ ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സുധാകരൻ, ആശാ വർക്കർ ബീന, നീനു ഷെറിൻ, ജോസ്മി, നീതു, അംഗനവാടി അധ്യാപിക ബിന്ദു എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ സംസ്ഥാനതലത്തിൽ 2-ാം സ്ഥാനം നേടിയ പുനർജനി ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെ അനുമോദിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ UAE ജനറൽ സെക്രട്ടറി PK അൻവർ നെഹ ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ മുഖ്യപ്രഭാഷണം നടത്തി. KMCC സെക്രട്ടറി ഫൈസൽ തുറക്കൽ അനുമോദന പ്രസംഗം നടത്തി. പഞ്ചായത്തിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പ്രമുഖ നേതാക്കളായ PK അൻവർ നെഹ, സൽമാൻ മാസ്റ്റർ, SMK തങ്ങൾ, ഫാത്തിമ തഹ്ലിയ എന്നിവരെയും ചാലിശ്ശേരി ഹൈസ്കൂളിനെയും ഹയർ സെക്കൻഡറി സ്കൂളിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തൃത്താല മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PS അബ്ദുൾ റഹ്മാൻ, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ വാർഡ് മെമ്പറും കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബബിത ഫിലോ
പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ അനു ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ലൈനു പി കെ, റിട്ടയേർഡ് അധ്യാപിക ജെസി ജോർജ്, മാർത്തോമ പള്ളി ട്രസ്റ്റി ജസ്റ്റിൻ, സ്കൂൾ ബോർഡ് അംഗം ജോയ്, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വക സ്കൂളിന് നൽകിയ ഫർണിച്ചറുകളുടെ വിതരണം ഉണ്ടായി. ചുറ്റുമതിലും സ്കൂളിന് സമർപ്പിച്ചു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം നിഷ അജിത് കുമാർ, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാർ, UP വിഭാഗം സീനിയർ അധ്യാപിക K ജ്യോതി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ സ്വാഗതവും പ്രധാനാധ്യാപിക K സുവർണകുമാരി നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി 18-ാം വാർഡ് കരിയന്നൂർ 1-ാം നമ്പർ അങ്കണവാടിയിലെ പ്രവേശനോത്സവം വയോജന കമ്മിറ്റി പ്രസിഡന്റ് CF ഗോപി നിർവഹിച്ചു. ALMSC അംഗം CK സുമ അധ്യക്ഷയായി. വർക്കർ നബീസ, മുൻ മെമ്പർ NK കബീർ, KA ബേബി, പ്രേമ എന്നിവർ സംസാരിച്ചു. പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും മൊമന്റോയും ഗിഫ്റ്റും നൽകി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 കുട്ടഞ്ചേരി അംഗനവാടിയിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രതിജ്ഞ ചൊല്ലി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാമ്മ, അങ്കണവാടി വർക്കർ സുജാത, ഹെൽപ്പർ ലൈല എന്നിവർ സംസാരിച്ചു. മുൻവർഷത്തെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ കുട്ടികൾക്ക് സ്വീകരണവും നടത്തി. എല്ലാവർക്കും മധുരം നൽകി. കടങ്ങോട് പഞ്ചായത്ത് 18-ാം വാർഡിലെ 104, 106 അംഗൻവാടികളുടെ പ്രവേശനോത്സവത്തിൽ വാർഡ് മെമ്പർ സൈബുനിസ ഷറഫു അധ്യക്ഷയായി. അംഗൻവാടി സൂപ്പർവൈസർ ലിജി സന്ദേശം നൽകി. അംഗൻവാടിയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പഠനോപകരണങ്ങളും നൽകി. സിന്ധു ടീച്ചർ, TLMS അംഗങ്ങളായ ഷറഫു പന്നിത്തടം, റഫീഖ് ഐനിക്കുന്നത്ത്, രഞ്ജു മാസ്റ്റർ, ഹമീദ്, ബബിൻ, വർക്കിംഗ് അധ്യാപിക ശ്രുതി എന്നിവർ സംസാരിച്ചു. മധുരവിതരണവും ഉണ്ടായി. തിരുഹൃദയ പ്രതിഷ്ഠയോടെ ചിറളയം BCGHSൽ പ്രവേശനോത്സവം നടത്തി. പുസ്തകങ്ങൾ നൽകിയും കളഭം ചാർത്തിയും റെഡ് ക്രോസ് സംഘങ്ങൾ നവാഗതരെ വരവേറ്റു. സെന്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് വികാരി ഫാദർ ജോസഫ് താഴത്തേൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലെറ്റ് SIC അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, അധ്യാപിക ബിൻസിമോൾ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് പ്രസാദ് പുലിക്കോടിൻ, സിസ്റ്റർ വിമല SIC, പ്രിൻസി തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നിയൂർക്കുളം GMLP സ്കൂളിൽ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ കുരുന്നുകളെ സ്കൂൾ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെ പഠനോപകരണങ്ങളും തൊപ്പിയും മധുരവും നൽകി PTA അംഗങ്ങൾ എതിരേറ്റു. PTA പ്രസിഡന്റ് തസ്നി അധ്യക്ഷത വഹിച്ചു. കമറു KT, കുഞ്ഞാവ സാഹിബ്, ശിവദാസൻ, ടോമി S തലക്കോട്ടൂർ, പ്രജിഷ K, മൂസ സംസ്കാര, ബൽക്കീസ്, ആതിര, സുനീറ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ ഫസലുർ റഹ്മാൻ സ്വാഗതവും ഫസീല ടീച്ചർ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ വർഗീസ് തുരുത്തിച്ചിറ, ഫിനാൻസ് ഓഫീസർ ഫാദർ ജിജോ പട്ടത്ത്, PTA പ്രസിഡന്റ് ജസ്റ്റിൻ വർഗീസ്, ഡെൽഫി എന്നിവർ പങ്കെടുത്തു. മരത്തംകോട് മാർ PLXനോസ് മെമ്മോറിയൽ സ്കൂളിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ പ്രതിനിധി ഫാദർ ജോസഫ് ചെറുവത്തൂരിന്റെ അധ്യക്ഷതയിൽ പ്രധാനാധ്യാപകൻ ഫാദർ സജയ് കുളങ്ങാട്ടിൽ സ്വാഗതം ആശംസിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ആൻമരിയ, നിയ നസ്രീൻ എന്നിവരെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ആദരിച്ചു. പഠനോപകരണങ്ങളുടെ വിതരണം ഫാദർ ജോസഫ് ചെറുവത്തൂർ, CP ലൈലിക ടീച്ചർ എന്നിവർ നിർവഹിച്ചു. മുൻ പ്രധാനാധ്യാപിക ലൈലിക ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് KA പ്രദീപ്, MPTA പ്രസിഡന്റ് ശ്രീകല, അധ്യാപികമാരായ സ്നേഹ വിൽസൺ, BRC സ്പെഷ്യൽ അധ്യാപിക ലാലി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. 100ഓളം രക്ഷിതാക്കൾ പങ്കെടുത്തു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും അധ്യാപകരും നേതൃത്വം നൽകി. എരമംഗലം ALP സ്കൂളിൽ പ്രശസ്ത ഗായകൻ സലീം കോടത്തൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് വെളിയത്ത് അധ്യക്ഷനായി. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ദ് പുഴക്കര മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക VS മിനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ധന്യ PT നന്ദിയും പറഞ്ഞു. നവാഗതരായ കുട്ടികളെ സലീം കോടത്തൂർ കിരീടം നൽകി സ്വീകരിച്ചു. യൂണിഫോമുകൾ നൽകി. പായസ വിതരണവും ഉണ്ടായിരുന്നു. വേലൂർ RMLP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ആൻസി സിജോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ, വേലൂർ പഞ്ചായത്ത് 14-ാം വാർഡ് അംഗം ബിന്ദു ശർമ്മ, മുൻ അധ്യാപകരായ റീന തോമസ്, K ബെറ്റി എന്നിവർ സംസാരിച്ചു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ KS ഭരദ്രാജ് ക്ലാസ് എടുത്തു. TC മോഹനൻ കുട്ടിപ്പാട്ടുകൾ പാടി പരിപാടികൾക്ക് മാറ്റുകൂട്ടി. അധ്യാപകരായ ലാലി EL, സുനി PK എന്നിവർ നേതൃത്വം നൽകി. പ്രധാനാധ്യാപകൻ CJ ജിജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ് നന്ദിയും പറഞ്ഞു. വേലൂർ പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവവും പ്രവർത്തനോദ്ഘാടനവും വേലൂർ നടുവിലങ്ങാടി 75-ാം നമ്പർ അംഗൻവാടിയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ,
സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, നിധീഷ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ആരിഫ സാബിർ, ബിന്ദു ശർമ്മ, ICDS സൂപ്പർവൈസർ PP സഹീറ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് 16-ാം വാർഡ് 47-ാം നമ്പർ ആലത്തിയൂർ നമ്പി അംഗൻവാടി പ്രവേശനോത്സവം വാർഡ് മെമ്പർ NS ജിഷ്ണു ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ ഉഷ, മോണിറ്ററിംഗ് സമിതി അംഗങ്ങളായ CI മോഹൻദാസ്, P രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേച്ചേരി MIC അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ അസംബ്ലിയോടുകൂടി ആരംഭിച്ച പ്രവേശനോത്സവ ചടങ്ങുകൾ മാനേജർ PSM ബഷീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS സാദിഖ് അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം VP ലീല മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനോത്സവ സന്ദേശം നൽകി. പ്രധാനാധ്യാപിക സുമീറോസ്, MIC സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി AA അബ്ദുറഹ്മാൻ ഹാജി, MIC കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് EP കമറുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് NA നൌഷാദ്, MPTA പ്രസിഡന്റ് അനുഷ ഷഫർ, MIC കേച്ചേരി യൂണിറ്റ് സെക്രട്ടറി KM ഷറഫുദ്ദീൻ, സെൻട്രൽ കമ്മിറ്റി അംഗം PK പരീത്, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ CM ബിജു, ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറി രാഹുൽ ബാബു, പ്രവേശനോത്സവ കൺവീനർ ടോം മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നവാഗതർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ കൈമാറി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 13 വിദ്യാർത്ഥികളെയും ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭനും കുരുന്നുകളും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങൾ നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. ചൊവ്വന്നൂർ BRC BPC അനീഷ് ലോറൻസ് പ്രീ പ്രൈമറി മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ്ണു NS പാഠപുസ്തക വിതരണം നടത്തി. മുൻ പ്രധാനാധ്യാപിക വത്സല ടീച്ചർ യൂണിഫോം വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, PTA പ്രസിഡന്റ് CD പരമേശ്വരൻ, അനഘദാസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CI മോഹൻദാസ്, പ്രധാനാധ്യാപിക CP ഷിജ, സീനിയർ അധ്യാപിക അമ്പിളി M ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ നൃത്താവിഷ്കാരം അധ്യാപകരും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ചു. പായസ വിതരണവുമുണ്ടായി. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ തുഷാര അങ്കണവാടിയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം PM അബു അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, CDPO ശ്രീകല, ICDS സൂപ്പർവൈസർമാരായ സൂര്യരശ്മി, ആരതി, അങ്കണവാടി ടീച്ചർ രാഗിണി, ഹെൽപ്പർ അനിത, ആശാ വർക്കർ ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കൺവാടിയിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും പഠനോപകരണങ്ങളും നൽകി അനുമോദിച്ചു. മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, കുടുംബശ്രീ പ്രവർത്തകർ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചുണ്ടൽ പഞ്ചായത്തിലെ ചെറുനല്ലൂർ ജ്യോതിസ് അങ്കൺവാടിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ നവാഗതരായ കുരുന്നുകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡ് വികസന സമിതി അംഗം KV ജോയൽ പഠനോപകരണ വിതരണം നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗങ്ങളായ TT നിക്സൺ, ഷീബ ജയപ്രകാശ്, അങ്കൺവാടി അധ്യാപിക റീന, ഹെൽപ്പർ മല്ലിക എന്നിവർ സംസാരിച്ചു. മധുരവിതരണവും ഉണ്ടായി. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CR മനോജ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഐഷ ടീച്ചർ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. വായനയാണ് ലഹരിയെന്ന ആശയം മുൻനിർത്തി കുന്നംകുളം ഗാന്ധി ദർശൻ വേദിയും അധ്യാപകരും ചേർന്ന് നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൈരളി ക്ലബ് അംഗങ്ങൾ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സംഭാവന നൽകിയ നോട്ട്ബുക്കുകൾ വിദ്യാലയത്തിന് കൈമാറി. അധ്യാപകരായ ധന്യ KS, കണ്ണൻ, ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ദീപ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുമ KS നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഒപ്പുശേഖരണവും നടത്തി. ഗുരുവായൂർ നഗരസഭ 105-ാം നമ്പർ അങ്കണവാടിയിൽ വാർഡ് കൗൺസിലർ സുബിത സുധീർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ CL ആഗ്നസ്, KN സരിത എന്നിവർ സംസാരിച്ചു. കുട്ടികൾ മാലിന്യവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നവാഗതർക്ക് കൗൺസിലർ സുബിത പുസ്തകങ്ങളും കളർ പെൻസിലുകളും സമ്മാനിച്ചു. അങ്കണവാടി പഠനം പൂർത്തിയാക്കി മറ്റു ക്ലാസുകളിലേക്ക് പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. ഗുരുവായൂർ നഗരസഭ 5-ാം വാർഡിൽ 107-ാം നമ്പർ അങ്കണവാടിയിൽ ALMSC അംഗം KV രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ വൈഷ്ണവ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഡിഫൻസ് ക്ലബ്ബ് ഭാരവാഹി സുജിൽ, ബാബുരാജ് ഒലക്കെങ്കിൽ, സദാനന്ദൻ താമരശ്ശേരി, ബാഹുലയൻ പള്ളിക്കര എന്നിവർ സംസാരിച്ചു. അങ്കൺവാടി ടീച്ചർ പ്രിയ സ്വാഗതവും റൂബി ജോയ് നന്ദിയും പറഞ്ഞു. പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെ ബാഗും കുടകളും കളറിംഗ് പുസ്തകങ്ങളും ക്രയോൺസും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. ചമ്മനൂർ GMLP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു സ്വാഗതവും മുതിർന്ന അധ്യാപിക ബിനിമോൾ നന്ദിയും പറഞ്ഞു. OSA സെക്രട്ടറി അലി തറയിൽ ആശംസകൾ നേർന്നു. മധുരപലഹാരവും പുതിയ കുട്ടികൾക്ക് സമ്മാനവും നൽകി.
അണ്ടത്തോട് തക്വ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വടക്കേക്കാട് SI PS സാബു ഉദ്ഘാടനം ചെയ്തു. തൗഫീഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ MC അബ്ദു അധ്യക്ഷനായി. സബ് ഇൻസ്പെക്ടർ യൂസഫ് മുഖ്യാതിഥിയായി. USS SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദ്, മെമ്പർ സക്കറിയ തുടങ്ങിയവർ മൊമെന്റോ നൽകി ആദരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് മണ്ണഞ്ചേരി, പ്രിൻസിപ്പൽ അബ്ദുൽ കരീം മാസ്റ്റർ, സ്കൌട്ട് ക്യാപ്റ്റൻ ബ്രില്യൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ പ്രമീല ടീച്ചർ നന്ദിയും പറഞ്ഞു. തയ്യൂർ കലാദർശന കൂട്ടായ്മയും കുന്നംകുളം ആര്യ ഐ കെയർ ആശുപത്രിയും സംയുക്തമായി തയ്യൂർ കുതിരപ്പറമ്പ് പരിസരത്ത് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ സനൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കലാദർശന പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. കലാദർശന സെക്രട്ടറി അതുൽ കൃഷ്ണൻ, ട്രഷറർ വിജയൻ, വൈസ് പ്രസിഡന്റ് വിനീത അജീഷ്, ജോയിന്റ് സെക്രട്ടറി അശ്വതി ജയൻ എന്നിവർ സന്നിഹിതരായി. ആര്യ ആശുപത്രി PRO ഗിരി, സിനിമ ആർട്ടിസ്റ്റ് അഖിലേഷ് തയ്യൂർ, രേഷ്മ കുട്ടനാട് എന്നിവർ സംസാരിച്ചു. 80ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കർഷക കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കർഷകർക്ക് ലഭിക്കേണ്ട 139 കോടി രൂപ വകമാറ്റിയ സംസ്ഥാന സർക്കാർ നടപടിയിലും കർഷകരോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് നടത്തിയ ധർണ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി പുലിക്കോട്ടിൽ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP യേശുദാസ്, പഞ്ചായത്ത് അംഗം CD സൈമൺ, സണ്ണി വടക്കൻ, ജോസ് ഒലക്കേങ്കിൽ, PKV ജോസ്, സാബു കുറ്റിക്കാട്ട്, സുരേഷ് പാലയിൽ, സജീഷ്, മനോജ്, ജോജു പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ സമ്പൂർണ്ണ നിയോജക മണ്ഡലം കൺവെൻഷൻ ബുധനാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2:30 ചാവക്കാട് വ്യാപാര ഭവനിൽ സംഘടനാ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ പദ്ധതികളായ ഹോം ഫോർ എവരിവൺ, VKR ആരോഗ്യ സുരക്ഷ, ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി എന്നിവയെക്കുറിച്ച് വ്യാപാരി നേതാക്കളിൽ അവബോധം വളർത്തുന്നതിനും നിലവിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോയ് മൂത്തേടൻ എന്നിവരും മണ്ഡലത്തിലെ മുഴുവൻ യൂണിറ്റുകളിലെയും ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുക്കും. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോജി തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുതായി 1-2 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അത് നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ലീഡേഴ്സിനെ ബ്രീഫ് ചെയ്യുന്നതിനായിട്ട്, ലീഡേഴ്സിന് അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ വ്യാപകമായി നടത്തിക്കുന്നതിനുമായിട്ടാണ് ഒരു നിയോജകമണ്ഡലം കൺവെൻഷൻ 2025 4-ാം തീയതി പൗലോസ് തിതിയൻ ബാവ തിരുമേനിയുടെ 4ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നൽകുന്ന സാന്ത്വന സ്പർശം അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജാതിമത ഭേദമന്യേ സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥിയെയോ വിദ്യാർത്ഥി സമൂഹത്തെയോ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെയോ ആണ് അവാർഡിന് പരിഗണിക്കുക. 50,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. അപേക്ഷകൾ വിശദവിവരങ്ങൾ സഹിതം വ്യക്തികൾക്കോ സംഘടനകൾ മുഖേനയോ KOPA@gmail.com എന്ന മെയിലിൽ ജൂൺ 30 മുൻപ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 99 95 53 34 81 95 67 98 40 88 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അഖില ഭാരത നാരായണീയ പ്രജാസഭയുടെ മമ്മിയൂരിലുള്ള ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ജൂൺ 5 രാവിലെ 11 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശരണാലയത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്നേ ദിവസം സത്സംഗവും ഉണ്ടാകും. സെപ്റ്റംബർ മുതലാണ് ശരണാലയത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. 120ഓളം പേർക്ക് താമസിക്കാവുന്ന ശരണാലയം 10 കോടി ചിലവിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഭഗവാനെ ദർശിച്ച് ഭഗവാന്റെ മണ്ണിൽ ഉണ്ടുറങ്ങാനുള്ള അഭയസ്ഥാനം കൂടിയാകും ശ്രീ ഗുരുവായൂരപ്പ ശരണാലയമെന്ന് ജനറൽ കൺവീനർ VK ദിനേശൻ പിള്ള, D വത്സലാദേവി, കമലം S നായർ, സിന്ധു അനിൽകുമാർ, S ജയശ്രീ, ജ്യോതി K നായർ, V ശശി, സീതാ ശങ്കരൻകുട്ടി എന്നിവർ പറഞ്ഞു. SSLC +2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും ഉണ്ട്.
ഡിവൈഎഫ്ഐ കിഴക്കാളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കിഴക്കാളൂർ യൂണിറ്റ് പ്രസിഡന്റ് കാർത്തിക അധ്യക്ഷയായി. CPM മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ഡിവൈഎഫ്ഐ മറ്റം മേഖലാ സെക്രട്ടറി KM ജിജിൽ, CPIM കിഴക്കാളൂർ ബ്രാഞ്ച് സെക്രട്ടറി സിനോജ് ഗോകുലം, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിലെ 1986 SSLC ബാച്ചിന്റെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ വീടുകളിലെത്തി അനുമോദിച്ചു. ട്രോഫിയും ക്യാഷ് അവാർഡും മധുരപലഹാരങ്ങളും നൽകിയാണ് അനുമോദിച്ചത്. സൗഹൃദം 86 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശ്രീനി P അശോകൻ, സെക്രട്ടറി PK സണ്ണി, ജോയിന്റ് സെക്രട്ടറി CC ജോസഫ്, ട്രഷറർ ജോജു C ആന്റണി എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാമചന്ദ്രൻ കിഴക്കൂട്ട്, TJ ഈനാശു, സുബൈർ, TL ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. ബാലസംഘം കിഴൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നോട്ടുപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കിഴൂർ അൽ സൽവ ഹാളിൽ നടന്ന യോഗം കുന്നംകുളം ഏരിയ ജോയിന്റ് കോർഡിനേറ്ററും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം അനന്യ അധ്യക്ഷയായി. കുന്നംകുളം അർബൻ ബാങ്ക് പ്രസിഡന്റ് KA അസീസ്, ലോക്കൽ കമ്മിറ്റി അംഗം KB സലീം, കിഴൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ, യൂണിറ്റ് കൺവീനർ പ്രസാദ് കിഴൂർ, കോർഡിനേറ്റർ അജിത സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് അംഗം ഷൈമ ഫൈസൽ, സുജിത എന്നിവർ സംസാരിച്ചു. 130-ലധികം കുട്ടികൾക്ക് നോട്ടുപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മന്നലാങ്കുന്ന് കിണർ ഗ്രാമസ്വരം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സക്കരിയ പൂക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. ബ്ലോക്ക് മെമ്പർ മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി സംസാരിച്ചു. ഫർഹാൻ ഔഷാദ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. സമിതി മെമ്പർമാരായ മുബഷീർ, RK ഹാരിസ്, PK ഷക്കീർ, K ജാബിർ, KS സാബിത്ത്, TS മജീദ് തെക്കേക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കമ്മിറ്റി ജോയിന്റ് കൺവീനർ K അബൂബക്കർ സ്വാഗതവും പ്രസിഡന്റ് NK അസ്ലം നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് പാതാക്കരയിൽ 20ഓളം നിർധന വിദ്യാർത്ഥികൾക്ക് വെൽഫെയർ പാർട്ടി പാതാക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. യോഗത്തിൽ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഹയ്യ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുലേഖ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ അഹ്സൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ ഫത്താഹ്, MN സലാഹുദ്ദീൻ, കുണ്ടൂർ രവി, EA കുഞ്ഞുമുഹമ്മദ്, P ആരിഫ്, P ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുക എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം സർവീസ് സൊസൈറ്റി MSS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. MSS കൾച്ചറൽ സെന്ററിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MP ബഷീർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തക പ്രേമ GP ഷാരടി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് തെക്കുമുറം, അബുദാബി യൂണിറ്റ് ട്രഷറർ സക്കറിയ, വൈസ് പ്രസിഡന്റ് ജമാൽ താമരത്ത്, സെക്രട്ടറി AV അഷ്റഫ്, RM കബീർ എന്നിവർ സംസാരിച്ചു. SNS ചൊവ്വന്നൂർ ഗ്രാമം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെക്രട്ടറി വിനോദ്, പ്രസിഡന്റ് അഭിനന്ദ്, ട്രഷറർ ഗോകുൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,080 രൂപ, പവന് 72,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം കുന്നംകുളം റിട്ടയേർഡ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കാണിപ്പയ്യൂർ പുലിക്കോട്ടിൽ തമ്പി എന്ന വർഗീസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് അക്കൌണ്ട്സ് ഓഫീസർ ഏലിയാമ്മയാണ് ഭാര്യ. അഭിലാഷ്, ആശ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ ഡ്രൈവിംഗ് സ്കൂളും ഷോപ്പിംഗ് കോംപ്ലക്സും ആരംഭിക്കുമെന്ന് NK അക്ബർ MLA ഫണ്ടിൽ നിന്നും 7.24 ലക്ഷം ചിലവിട്ട് ഡിപ്പോയിൽ നടപ്പാക്കിയ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ നിർവഹിച്ചു.
തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന് നടുവിൽ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിക്കുന്നതിന് നേരിടുന്ന കാലതാമസം പരിഹരിക്കാൻ ക്രിയാത്മക നടപടിയുമായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം കളക്ടർ നിർവഹിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 11 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പോർക്കുളം സ്വദേശിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ 55 വയസ്സുള്ള പട്ടിക്കാടൻ എന്ന സന്തോഷിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലീഷ ശിക്ഷിച്ചത്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുഃഖാന തർപ്പണ തിരുനാൾ ഒരുക്കങ്ങൾ തുടങ്ങി. തിരുനാൾ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.